നമസ്കാരം. സംസ്ഥാനത്ത് വേനൽച്ചൂട് കനത്തതിനാൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. ഇന്നലെ വൈകുന്നേരം മാത്രം 5933 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു ഉപയോഗിച്ചത്. ആദ്യമായിട്ടാണ് വൈദ്യുതി ഉപഭോഗം ഇത്രയും അധികം ഉയരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും ഇന്നലെ രേഖപ്പെടുത്തിയതായിരുന്നു. 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കാരമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് പൂക്കാട്ട് രാജിന്റെ മകൻ അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. കളമശ്ശേരി മണ്ഡലത്തിലെ ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ ചെങ്ങമനാട് പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി മെവിൻ ജോയിയുടെ പരാതിയിലാണ് കേസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും നാളെ ആഘോഷിക്കും. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാഞ്ഞാണി സംസ്ഥാന പാതയിലെ കാരമുക്കിൽ മാങ്ങാട്ടുകര റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽ കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജിന്റെ മകൻ അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയും പിന്നീട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. കളമശ്ശേരി മണ്ഡലത്തിലെ ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ ചെങ്ങമനാട് പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി മെവിൻ ജോയിയുടെ പരാതിയിലാണ് കേസ്. പോലീസിൽ പരാതി കൊടുത്തതിലെ പ്രകോപനത്താലാണ് ഇന്നലെ രാത്രി അടുവാശ്ശേരിയിലെ ഇന്ദിരാഭവനിൽ ചിലർ അതിക്രമിച്ചു കയറിയത്. കഴിഞ്ഞ ദിവസം കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ബൈ ബൈ പിണറായി ഫ്ലക്സ് വെച്ചത്. ഈ ഫ്ലക്സ് രാത്രി ചിലർ കത്തിച്ചു കളയുകയായിരുന്നു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. പോലീസിൽ പരാതി കൊടുത്തതിലെ പ്രകോപനത്താലാണ് ഇന്നലെ രാത്രി അടുവാശ്ശേരിയിലെ ഇന്ദിരാഭവനിൽ ചിലർ അതിക്രമിച്ചു കയറിയത്. 7 CPM പ്രവർത്തകരെത്തി ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ഫ്ലക്സും ബോർഡുകളും നശിപ്പിക്കുകയായിരുന്നു. ഓഫീസിന് മുന്നിലുണ്ടായിരുന്നവരെ ഇവർ മർദ്ദിക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ കത്തിയുണ്ടായിരുന്നതായും വിവരമുണ്ട്. ഈ സംഭവത്തിലാണ് CPM പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെല്ലാം പ്രാദേശിക തലത്തിലെ CPM പ്രവർത്തകരാണ്. മീഡിയ ടൈം കൊച്ചി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും നാളെ ആഘോഷിക്കും. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ട അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ഗുരുവായൂരിലെത്തുക. മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിനു ശേഷം തീർത്ഥക്കുളത്തിൽ കുളിച്ചെത്തി ശ്രീലകവാതിൽ തുറന്ന് ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്ന് 2:55 മുതൽ 3:55 വരെയാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനം. ഇന്നു രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ചേർന്ന് ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. ഓട്ടുരുടിയിൽ ഉണക്കലരി, പുതുവസ്ത്രം, ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, കണിക്കൊന്ന, വെള്ളരി, ചക്ക, മാങ്ങ, പഴങ്ങൾ, നാളികേരം എന്നിവയാണ് കണിക്കോപ്പുകൾ. നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കും. പുലർച്ചെ 2:15 മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. നാളികേരം മുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച ശേഷം മേൽശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിക്കോപ്പുകളും വയ്ക്കും. തുടർന്നാണ് ഭക്തർക്ക് കണി ദർശനം. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ട അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ഗുരുവായൂരിലെത്തുക. വർഷങ്ങളായി വിഷുദിനത്തിൽ ചുറ്റുവിളക്ക് നടത്തുന്നത് ലണ്ടനിലെ വ്യവസായിയായ തെക്കുമുറി ഹരിദാസാണ്. ഹരിദാസിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ വീട്ടുകാരാണ് വിളക്കു നടത്തുന്നത്. വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും മേളത്തോടെയുള്ള കാഴ്ച ശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമാണ്.
വിഷുദിനത്തിൽ നെയ്വിളക്ക് ഷീട്ടാക്കിയുള്ള ദർശനം രാവിലെ 7 മുതലാണ് ആരംഭിക്കുകയെന്ന് ദേവസ്വം അറിയിച്ചു. മീഡിയ ടൈം, ഗുരുവായൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിധിൻ രാജിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മാള സാമൂഹിക ജനകീയ കൂട്ടായ്മ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നേരത്തെ വീണ്ടും പറയുന്നു, നിധിൻ രാജ് ഒരു ആപ്പ് ലോൺ എടുത്തു. ആപ്പ് ലോൺ എടുത്തപ്പോൾ ലോൺ മുടങ്ങി. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ്. ആ ലോണെ സംബന്ധിച്ച് ആപ്പുമായി ബന്ധപ്പെടുന്ന ബാങ്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ മാനസികമായ പിരിക്കുറുക്കത്തിലാണ് നിധിൻ രാജ് സ്വയം ജീവനൊടുക്കിയതെന്ന് പറയുവാൻ കേരളത്തിലെ പോലീസും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള അഭിനയിക്കുന്ന അഭിനവ ഗാന്ധിയന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഗോൾവാൾക്കറിന്റെ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല. നിധിൻ രാജിനെ ജാതീയമായി അധിക്ഷേപിക്കുകയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നീ അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൂട്ടായ്മ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി മാള മണ്ഡലം കമ്മിറ്റി അംഗം അൻഷാദ് ഷാ, KHSS സംസ്ഥാന കമ്മിറ്റി അംഗം MM ബിജു, VL രതീഷ്, ശുഭാമണി, VK കാർവർണൻ, ഭാസ്കരൻ കണ്ണിക്കുളങ്ങര, ലത്തീഫ്, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിലെ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയ്ക്ക് തുമ്പിക്കൈയിൽ ഗുരുതര പരിക്ക്. പാലപ്പിള്ളി എസ്റ്റേറ്റിലെ ചൊക്കനയിലാണ് ആന ഇപ്പോൾ ഉള്ളത്. ആനകളുടെ ആക്രമണത്തിലായിരിക്കാം തുമ്പിക്കൈയിൽ പരിക്കുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. വനപാലകർ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ അപകടകാരിയാണ്. അതിരപ്പിള്ളി പഞ്ചായത്തിൽ 3 പേരെ കൊമ്പൻ കൊന്നിട്ടുണ്ട്. എറിയാട് സത്യാർത്ഥ സായി സഭ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മാതൃസംഗമം കുട്ടികൾക്കായി വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസുകൾ, പഠനം എളുപ്പത്തിൽ, ഇംഗ്ലീഷ് ഈസി കമ്മ്യൂണിക്കേഷൻ തുടങ്ങി പരിശീലന പരിപാടികൾ എന്നിവ നടത്തി. തൃശൂർ ശിശുക്ഷേമ സമിതി അംഗങ്ങൾ കുട്ടികൾക്കായി ലൈഫ് സ്കിൽ പരിശീലനങ്ങളും രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസും നൽകി. ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വലിയൊരു അനുഭവം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വിളിച്ചിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു സംശയം കൂടി ഞാൻ വീണ്ടും പറയുന്നു, മറ്റാരെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് ഞാൻ ചോദിക്കും. അത് മറ്റൊന്നുകൊണ്ടല്ല. ഒന്നാമത് ഞങ്ങളുടെ അധ്യാപകർ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ പേടിച്ചു കൊടുക്കുന്നു. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസം ആ രീതിയിൽ മാറ്റപ്പെട്ടില്ല. ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം സഭാംഗങ്ങൾ, കുടുംബക്ഷേമ ട്രസ്റ്റ് അംഗങ്ങൾ, ക്ഷേത്രം വിദ്യാഭ്യാസ ചാരിറ്റി അംഗങ്ങൾ, മാതൃസംഗമം അംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് പൂക്കാട്ട് രാജിന്റെ മകൻ അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. കളമശ്ശേരി മണ്ഡലത്തിലെ ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ ചെങ്ങമനാട് പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി മെവിൻ ജോയിയുടെ പരാതിയിലാണ് കേസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും നാളെ ആഘോഷിക്കും. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.